CPIM-ന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ VD സതീശൻ ഒരാൾ മതിയാകുമെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നത് വെറുതെയല്ല. CPIM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടായ CJP ഇന്നും ഇന്നലെയൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊറിയാൻ തുടങ്ങിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ പോലും എന്തിനാ പത്തനംതിട്ടക്കാരനായ വരത്തൻ വന്ന് പാലക്കാട് നിന്ന് മത്സരിക്കുന്നത് എന്ന് ചോദിച്ച് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ പരിഹസിക്കാൻ നോക്കിയതാണ്. നമുക്കറിയാം, പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത് 18,840 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. അന്ന് മുതൽ അദ്ദേഹത്തിനോട് ചൊറിച്ചിലാണ്. പാലക്കാട് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെയും വടകരയിൽ പോയി മത്സരിച്ച് PR വർക്കിലൂടെ പ്രശസ്തയായ ശൈലജ ടീച്ചറെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ കെട്ടുകെട്ടിച്ചത്. അന്നു മുതലേ CJPക്ക് വലിയ വിപ്രാളമാണ്. ഇവർ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ വലിയ മുതൽക്കൂട്ടായി മാറുമ്പോൾ പലർക്കും ഊണും ഉറക്കവും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ പെണ്ണ് കേസിൽ കുടുക്കി അദ്ദേഹത്തിനെ വലിയ തോതിലുള്ള ചിത്രവധം നടത്താൻ പലരും തുനിഞ്ഞിറങ്ങുമ്പോൾ കൃത്യമായ റിപ്പോർട്ടർ ചാനലിന് പല ഉദ്ദേശങ്ങളുമുണ്ട്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിയെയും ടാർഗറ്റ് ചെയ്യണം എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. K. സുധാകരൻ അധ്യക്ഷനായിരുന്നപ്പോൾ തന്നെ റിപ്പോർട്ടറിനോടും റിപ്പോർട്ടർ ലേഖകനായി വരുന്നവരോടും അകലം പാലിച്ചത് വെറുതെയല്ല. നട്ടാൽ കുരുക്കാത്ത നുണകൾ കൃത്യമായി എടുത്തു പറയുന്ന ചാനലാണ് റിപ്പോർട്ടർ എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർക്കെതിരെ മാത്രമാണ് ഗർഭ കേസുകൾ കൊടുക്കാൻ റിപ്പോർട്ടർ ചാനലിന് വലിയ താല്പര്യം. ഇടതുപക്ഷ നേതാക്കളിലെ പലരുടെയും തീവ്രത അളക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും റിപ്പോർട്ടർ ചാനലിന് കിട്ടാറേയില്ല. അഥവാ റിപ്പോർട്ടർ ചാനൽ കിട്ടിയാലും പൂഴ്ത്തി വെക്കലാണ് പതിവ്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും സ്മൃതി പരുത്തിക്കാട് രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്നത്. നമുക്കറിയാം, വ്യാജ നുണകൾ തട്ടിവിട്ടതിൻ്റെ പേരിലാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും നേരത്തെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ രാജിവെച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചേർന്നത്. കാരണം അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഗുണ്ടായിസം സഹിക്കാൻ വയ്യ എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. തൻ്റെ നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടിനെയും അതുപോലെ തന്നെ തൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തെയും വലിയ തോതിൽ അതിൽ കടിഞ്ഞാണിടാനും എഡിറ്റോറിയൽ പോളിസി മാനേജ്മെൻറ്റ് പറയുന്നത് പോലെ സാധ്യമാക്കാനും മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ അത് കൃത്യമായി വളച്ചൊടിക്കാനും ഒക്കെ മൊട്ട അരുണും കൂട്ടുകാരും ശ്രമിച്ചപ്പോൾ വലിയ തോതിൽ ഉള്ള പ്രതിഷേധത്തിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത്. നമ്മളൊന്ന് ഓർക്കണം, കേരളത്തിൽ തന്നെ ഏറ്റവും ദുഷിച്ച മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളിൽ ഒന്നായി റിപ്പോർട്ടർ ചാനൽ അധപ്പതിച്ചത് എന്തുകൊണ്ട്? രാഹുൽ മാങ്കൂട്ടം റിപ്പോർട്ടർ ചാനലിനെതിരെ ഡിഫമേഷന് കേസ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ടർ ചാനലിൽ ഓരോ ക്ലിപ്പുമായി വ്യാജ ഗർഭ കേസ് ആരോപിച്ച് പല യുവതികളെയും രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലെ ഒരു യുവതിയും പരസ്യമായി തുറന്നു പറഞ്ഞിട്ടില്ല അവരെ ആരെയും വലിയ തോതിൽ പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ. ഇതൊക്കെ റിപ്പോർട്ടർ ചാനലിലെ ആളുകളുടെ ഊഹാപോഹങ്ങളാണെന്ന് തെളിവ് വരുന്ന രീതിയിലാണ് ഓരോ ദിവസവും വാർത്തകൾ വരുന്നത്.